ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധൈ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. മൈഥില്യാനഗരേ വിവാഹസമയേ കല്യാണവേദ്യന്തരേ സാമന്തേ വിമലേന്ദുരത്നഖചിതേ പീഠേ വസന്തൗ ശുഭേ ശൃണ്വന്തോ നിഗമാർത്ഥവേദി വിദുഷാമാശീർഗിരോ രാജിതോ പായാസ്താ സുവധൂവരൗ രഘുപതി ശ്രീജാനകി രാഘവൗ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. രാം രാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ഡത്തിൽ വരുന്ന ജനകസ്തുതിയാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. വളരെ ചെറിയൊരു സ്തുതിയാണിത്. ജനക മഹാരാജാവിൻ്റെ മിഥിലാപുരി ഒരു വലിയ ആഘോഷത്തിനായിട്ട് ഒരുങ്ങുകയാണ്. സീതാവിവാഹം. അതിമനോഹരമായ ഒരു വിവാഹ മണ്ഡപം നിർമ്മിച്ചു. നാനാതരം രത്നങ്ങൾ പതിച്ച സ്തംഭങ്ങളുള്ള തോരണങ്ങൾ നാട്ടി രത്നാലങ്കൃതമായ സ്വർണപീഠം വിവാഹ മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചു. ഭേരി, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങളുടെ ഘോഷത്തോടെ ശ്രീരാമൻ്റെ പാദങ്ങൾ കഴുകിച്ച് എതിരേറ്റുകൊണ്ടുവന്ന് ഹോമം നടത്തിയതിനു ശേഷം ജനകരാജർഷി പുത്രിയായ സീതയെ രാമനു നൽകി. മഹാദേവൻ, ബ്രഹ്മാവ്, മുനീന്ദ്രന്മാർ തുടങ്ങിയവർ ഭക്തിയോടെ ശിരസിലണിയുന്ന ശ്രീരാമൻ്റെ പാദതീർത്ഥം മൗലിയിലണിഞ്ഞ് ജനകൻ രോമാഞ്ചമണിഞ്ഞു. വിശ്വാമിത്രനോടും വസിഷ്ഠനോടും പുഞ്ചിരിയോടുകൂടി ജനകൻ സീതയെ തനിക്കു സിദ്ധിച്ച വിധം വിവരിച്ചു കൊടുക്കുന്നു. ജനകരാജർഷി പറയുന്നു, എൻ്റെ മകളായ സീതയുടെ ചരിത്രം മുമ്പ് നാരദ മഹർഷി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ യാഗഭൂമി പരിശുദ്ധമാക്കാൻ ഉഴുതപ്പോൾ ഉഴവുചാലിൻ്റെ നടുക്ക് കണ്ടെത്തിയ പെൺകുഞ്ഞിന് ഞാൻ സീത എന്നു പേരിട്ട് എൻ്റെ മക്കളായി വളർത്തി. ഒരു ദിവസം നാരദ മഹർഷി ഇവിടെ വന്നു. എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ മകളായ സീതയുടെ ചരിത്രം ഞാൻ പറയാം, കേട്ടുകൊള്ളൂ. പരമാനന്ദമൂർത്തിയും പരമാത്മാവും അജനും ഭക്തവത്സലനുമായ ഭഗവാൻ നാരായണൻ ദേവന്മാരുടെ കാര്യത്തിനായി ഇന്ദ്രൻ, ബ്രഹ്മാവ് മുതലായവർ അപേക്ഷിച്ചതിനാൽ രാവണവധത്തിനു വേണ്ടി ഭൂമിയിൽ സൂര്യവംശത്തിൽ മായാമാനുഷവേഷം ധരിച്ച് രാമനായിട്ട് അവതരിച്ചിരിക്കുന്നു. യോഗേശ്വരനായ വിഷ്ണു മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ യോഗമായാദേവി മനുഷ്യവേഷത്തിൽ അങ്ങയുടെ ഭവനത്തിൽ ജനിച്ചിരിക്കുകയാണ്. അതിനാൽ ഈ കുമാരിയെ മടികൂടാതെ രാമചന്ദ്രന് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ് നാരദ മഹർഷി പറഞ്ഞു. ഭക്തിപൂർവം
ഈ കുമാരിയെ ഞാൻ വളർത്തി. സീതയെ എങ്ങനെ ഞാൻ ശ്രീരാമന് നൽകും? ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം എങ്ങനെ ശ്രീരാമൻ അറിയും? ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പരമശിവന്റെ അനുഗ്രഹത്താൽ ഒരു ഉപായം തോന്നി. ശൈവചാപം മുറിക്കുന്ന പുരുഷന് എൻ്റെ മകളെ നൽകും എന്നൊരു പന്തയം നിശ്ചയിച്ചുകൊണ്ട് രാജാക്കന്മാരെ വരുത്തി. ഇവിടെ വന്ന രാജാക്കന്മാരെല്ലാം തന്നെ നാണം കെട്ട് മടങ്ങിപ്പോയി. അങ്ങയുടെ അനുഗ്രഹത്താൽ അത്ഭുത പുരുഷനായ ശ്രീരാമനെ തന്നെ ഭാഗ്യം കൊണ്ട് ഇന്ന് ലഭിച്ചു എന്ന് പറഞ്ഞ ശേഷമാണ് ജനക മഹാരാജാവിൻ്റെ ആ സ്തുതി തുടങ്ങുന്നത്. നമുക്ക് സ്തുതിയിലേക്ക് കടക്കാം. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം, ഖദ്യോദായുധ സഹസ്രോദ്യോതരൂപത്തോടും ഖദ്യോദാന്വയേ പിറന്നോരു നിന്തിരുവടി, വിദ്വൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാ ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം, മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജകളിതാംബുബിന്ദുക്കൾ ധരിച്ചുൽപ്പലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജരജ സ്പൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും ലഭിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരണമേ പാദപങ്കജദ്വയം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ.